ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഇന്നലെ കട്ട് ചെയ്ത ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു ബീഫ് പിക്കിൾ വേണമെന്നുള്ളൊരു ഓർഡർ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കില്ല, അപ്പം നിങ്ങൾക്കും കൂടെ ആ വീഡിയോ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഞാനിതാ നല്ല ബീഫ് കിട്ടും നമ്മുടെ ഇവിടെ. അപ്പോൾ ഞാൻ ബീഫ് വാങ്ങി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേണ്ട അളവിൽ അതുപോലെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ കത്തി ഉണ്ടല്ലോ, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതേപോലെ കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ബീഫ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മാക്സിമം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വേണ്ടാത്ത ചീത്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വൃത്തിയാക്കി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഗ്യാസിലേക്ക് ഒരു ഉരുളി വെച്ചു. അത് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു, അതിലേക്ക് കറിവേപ്പിലിട്ടു. ഇനി വേവിച്ച ബീഫ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആവാതെ വേണം പൊരിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഉണങ്ങിപ്പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ മസാലയൊന്നും ബീഫിലേക്ക് പിടിക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിതാ ഇവിടെ ബീഫ് കോരിയെടുക്കുന്നുണ്ട്. ഒരു മൺചട്ടിയിലേക്കാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഈ എണ്ണയിൽ നിന്ന് എല്ലാ ബീഫും മാറ്റിയെടുക്കുക കേട്ടോ. ശേഷം ആ എണ്ണയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ആ ഉരുളിയിൽ തന്നെ എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടെടുത്തു. എന്നിട്ട് ഞാനിതാ ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പകുതി വേവായതിനു ശേഷം ഞാനിതാ വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ബീഫിലേക്ക് ഇങ്ങനെ ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഞാനുണ്ടാക്കുന്ന മെത്തേഡാണ്. പലരും പല രൂപത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളകായതിനാൽ ഞാൻ കുറച്ച് മുളകേ എടുത്തിട്ടുള്ളൂ. അതും ഇട്ടെടുത്തു. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാനിതാ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിന് വേണ്ട പാകത്തിന് വേണ്ട ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ എണ്ണയിലും ഈ ഉള്ളി ഇഞ്ചി ഈ മസാലയിലും കിടന്നിട്ട് ഒന്ന് പാകമായിട്ട് എണ്ണ മേലേക്ക് വന്ന സമയത്ത് ഞാനിതാ പൊരിച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ ഉള്ള ഈ മണം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ അച്ചാർ ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരും. ചെറിയൊരു കൊറിയർ ഫീ വരുന്നേ ഉള്ളൂ. അപ്പോൾ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ മസാലയിലേക്ക് ബീഫൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ അച്ചാർ ഇതാ പാകമായി വന്നിട്ടുണ്ട്. ചില കളറുകൾ മാറ്റം ഉണ്ടാവും കേട്ടോ, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഓർഡർ പോകാനുള്ള ബീഫ് പിക്കിളാണ്. കണ്ടോ, ഇത് ദൂരത്തേക്ക് ഗൾഫിലേക്കുള്ളതായത് കൊണ്ടാണ് പൗച്ചിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടിന്നിലാക്കി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഓർഡർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ട് നാളെ വരാം. താങ്ക്